സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെറി ഫ്ലോ പ്ലഗിനെ പറ്റിയിട്ട്. അത് അത്യാവശ്യം റീച്ച് കയറി, 1000 വ്യൂസായി, 1K അടിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 100K അടിച്ചതുണ്ട്, 500K അടിച്ചതുണ്ട്, 1 മില്യൺ അടിച്ച വീഡിയോസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹേർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു വീഡിയോ എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതെന്തോ ഒരു 1K അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. യെസ്. സോ ഇന്നത്തെ വീഡിയോ വേറൊരു എക്സ്റ്റൻഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എക്സ്റ്റൻഷൻ്റെ പേര് പ്രീമിയർ കമ്പോസർ എന്നാണ്. നമ്മുടെ പ്രീമിയർ പ്രോയിലും യൂസ് ആക്കാം, ആഫ്റ്റർ എഫക്ട്സിലും യൂസ് ആക്കാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അത് നമ്മൾ രണ്ടിലോട്ട് ആക്ടിവേറ്റ് ആക്കുന്നത്, ആഫ്റ്റർ എഫക്ട്സിലോട്ടും പ്രീമിയർ പ്രോയിലോട്ടും. സോ ഒരുപാട് എഫക്ട്സ്, ടെസ്റ്റ് പ്രസറ്റുകൾ, ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, പ്രീമിയർ കമ്പോസർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിട്ട് പ്രീമിയർ കമ്പോസറിന് സെർച്ച് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്കാണ് മിസ്റ്റർ ഹോൾസിൻ്റെ misterholes.com എന്നായിരിക്കും വെബ്സൈറ്റിൻ്റെ പേര്. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. വിൻഡോസിൻ്റെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺലോഡ് ആവും. ഇത് ഇൻസ്റ്റാളറാണ്. സോ അത് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റാളർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇത് എസ് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ക്ലോസ് കൊടുക്കുക. ഇതേപോലെ ഒരു വിൻഡോ വരും. ഇവിടെ കണ്ടോ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ആയിരിക്കും, ഒരു ബ്ലൂ കളർ ബട്ടൺ ആയിരിക്കും വരിക. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയത് കാരണം അൺഇൻസ്റ്റാൾ എന്നുള്ളൊരു ബട്ടണാണ് വരുന്നത്. സോ അതേപോലെ തന്നെ ഇതിപ്പോൾ ആഫ്റ്റർ എഫക്ട്സിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ പ്രീമിയർ പ്രോയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും, അത് കൊടുക്കണം. സോ ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട്, പക്ഷേ ഇൻസ്റ്റാൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്ട്സും ക്ലോസ് ആയിട്ട് വേണം, ക്ലോസ് ആയി കിടക്കണം. രണ്ടും ഓപ്പൺ ആയി കിടക്കാൻ പാടില്ല. ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവത്തില്ല. സോ രണ്ടും ക്ലോസിലായിരിക്കണം. സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കുക. പ്രീമിയർ പ്രോ ഇതിൽ ഞാനിപ്പോൾ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സോ പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രീമിയർ കമ്പോസർ എന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇത് ഒരു ആഡ് ഓൺ വിൻഡോ പോലെയാണ് വരിക. ഇത് വേണമെങ്കിൽ നമ്മുടെ ടാബിലോട്ട്, വർക്ക് സ്പേസിലോട്ട് ആഡ് ആക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലോട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അൺഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കളിക്കാം. സോ ഇതാണ് നമ്മുടെ പ്രീമിയർ കമ്പോസർ. ഇതിൽ എഫക്ട്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ സ്റ്റാർട്ടർ പാക്ക് എന്നുള്ള ഒരു ഇതൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ടെസ്റ്റ് ബോക്സസ്. ഇവിടെ നമുക്കൊരു പ്രിവ്യൂ പോലെ കിട്ടും. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഫ്രീ വെർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് വീണ്ടും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും തനിച്ച് വരും. അതേപോലെ തന്നെ ടെസ്റ്റ് പ്രസറ്റുകളുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ട്രാൻസിഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ടാഗുകൾ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ പറ്റിയതുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഐക്കൺസ് ചേഞ്ച് ചെയ്യാം, പേര് മാറ്റാം, നമ്മുടെ കളറ് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഷേപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ ആവശ്യാനുസരണം യൂസ് ആക്കാൻ പറ്റിയ എലമെൻറ്റ്സുകളാണ്. പിന്നെ അതേപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള SFXും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ. ഇവിടെ ഞാനൊരു 3 വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ 3 വീഡിയോ സീക്വൻസിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കട്ടാണ്. സോ ഇതിലോട്ട് നമ്മൾ പ്രീമിയർ കമ്പോസറത്തെ ട്രാൻസിഷൻസ് ഒന്ന് ആഡ് ചെയ്യാൻ പോകും. സോ ഈ 2 വീഡിയോസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലോട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, അത് കൊണ്ടുവരണം. സോ അത് കൊണ്ടുവരണമെങ്കിൽ
നമ്മുടെ കീബോർഡിൽ താഴത്തെ ഡൗൺ കീ ഇല്ലേ, ഡൗൺ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ സെൻറ്ററിലോട്ട് വന്ന് നിൽക്കും. 2 വീഡിയോൻ്റെ ഇടയ്ക്കുള്ള ആ സെൻറ്ററിലോട്ട് വന്ന് നിൽക്കും. സോ ഇനി ഇതിൽ പ്രീമിയർ കമ്പോസറിൻ്റെ ടാബിലോട്ട് പോവുക. സ്റ്റാർട്ടർ പാക്ക്, ട്രാൻസിഷൻസ്. സോ ഇവിടെ ഏതാണ് നമുക്ക് ട്രാൻസിഷൻ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എന്ന് കൊടുക്കുക. ഇതിൽ ആഡ് സൗണ്ട് എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസിഷന് ചേർന്നിട്ടുള്ള ഹുഷ് എസ് എഫക്ട്സും കൂടി ആഡ് ആവും. വേണമെന്നുള്ളവർ ആഡ് കൊടുക്കാം, വേണ്ടാത്തവർക്ക് അത് ആ ഒരു ബോക്സ് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, റൈറ്റിലോട്ട് ഒരു ട്രാൻസിഷൻ പോലെ അപ്ലൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. ഇതിൽ ഷെയ്ക്ക് ഉണ്ട്, ലൈറ്റ് ലീക്ക് ഉണ്ട്, സൂം ഇൻ ഉണ്ട്, സൂം ഔട്ട് ഉണ്ട്, പിന്നെ അതേപോലെ റൊട്ടേറ്റ് ഉണ്ട്, ഫെയ്ഡ് ബ്ലാക്ക് ഉണ്ട്, ഗ്ലിച്ച് ഉണ്ട്. ഷെയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഈ ഒരു ഷെയ്ക്ക് ട്രാൻസിഷൻ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഇതെങ്ങനെയായിരിക്കും, ഇതേപോലെ തന്നെയാണ് ആഫ്റ്റർ എഫക്ട്സിലും, പക്ഷെ 1-2 കാര്യങ്ങൾ മാറും എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെയാണ് അത് ഓപ്പൺ ആക്കാമെന്ന് നോക്കാം. ആഫ്റ്റർ എഫക്ട്സ് ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെയിം വിൻഡോ പാനൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ അല്ല പോകേണ്ടത്, ഇവിടെ ആനിമേഷൻ കമ്പോസർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം അതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിലും ഒരുവിധം എല്ലാം സിമിലർ ആയിട്ടുള്ളതാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ആയതുകൊണ്ട് തന്നെ മോഷൻ ഗ്രാഫിക്സിന് സപ്പോർട്ടായിട്ടുള്ള കുറേ എഫക്ട്സും കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. അതായത് പോപ്പപ്പ്, ബ്ലർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സിനിമാറ്റിക് വൈബുള്ള ടൈറ്റിൽസും കാര്യങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് എഫക്ട്സും കാര്യങ്ങളും, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ആഫ്റ്റർ എഫക്ട്സിൽ മാത്രമേ കിട്ടുള്ളൂ, പ്രീമിയർ പ്രോയിൽ കിട്ടത്തില്ല. പിന്നെ ടെസ്റ്റ് പ്രൊസസ്സും കുറച്ചധികം ഇതിൽ കിട്ടുന്നുണ്ട്. പ്രീമിയർ പ്രോയിൽ ഇത്രയും അധികം ടെസ്റ്റ് എഫക്ട്സ് ഒന്നും കിട്ടത്തില്ല. സോ അത്രയൊക്കെയാണ് ഗൈസ് പ്രീമിയർ കമ്പോസറിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ.